ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീരാം. അതികഠിനമായ സമ്മർദ്ദങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിലെ സുപ്രധാനമായൊരു നിമിഷത്തിനായി നാം ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം തയ്യാറെടുക്കാറുണ്ട്, കാത്തിരിക്കാറുണ്ട്. നമുക്കാവശ്യമായ അറിവും കഴിവും തീവ്രമായ ആഗ്രഹവും അക്കാര്യത്തിൽ നമുക്കുണ്ട് തന്നെ. പലപ്പോഴും ഇതുണ്ടെങ്കിലും ആ നിർണായക നിമിഷത്തിൽ, ദാറ്റ് മീൻസ് ആ ക്രഞ്ച് മൊമെൻറ്റിൽ പലപ്പോഴും നമ്മൾ അസ്തപ്രജ്ഞനായി തീരാറ്. ശരീരം നിശ്ചലമായി പോകും, മനസ്സ് ശൂന്യമായി തീരും, ശരീരം തളരും, നാവ് വരളും. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതേറെ വിസ്തരിക്കേണ്ടതില്ല. ഈ നിശ്ചലാവസ്ഥയെ തരണം ചെയ്യാൻ എന്ത് മാർഗം? അതിന് സാധ്യതയുണ്ട്, സാധ്യമായ വഴികളുണ്ട്. തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അസാധ്യമായ തീരുമാനങ്ങൾ പോലും നിമിഷാർദ്ധത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഹനുമാൻ സ്വാമിയാണ്. രാമായണത്തിലെ കഥകളിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ രാമകാര്യത്തിനായിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഹനുമാൻജിയുടെ മാതൃക പലപ്പോഴും ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കും. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാര്യത്തിൽ സദാ ജാഗരൂകനായിരുന്നു. അദ്ദേഹത്തിനോട്, ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ഹനുമാൻ സ്വാമിക്ക് ആഴമേറിയ ഭക്തി ഉണ്ടായിരുന്നു. ഒരു പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് മാത്രമാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ തൻ്റെ മനസ്സിൽ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ രാമകാര്യത്തിനായിട്ട് പലപ്പോഴും അസാധ്യമായത് പലതും ഹനുമാൻ സ്വാമിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാമചന്ദ്ര പ്രഭുവിനോടുള്ള അർപ്പണബോധമാണ്. രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിലൂടെ പഠിക്കുന്നത് രാമനിൽ സമർപ്പിതമായ ഹനുമാൻ സ്വാമി നമുക്കും ജീവിതത്തിൽ തനിക്ക് വേണ്ടിയല്ല, മറിച്ചൊരു ഉന്നത ലക്ഷ്യത്തിനായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. അപ്രകാരം ചെയ്യുമ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളും നിമിഷാർദ്ധത്തിൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയട്ടെ. അതിനെ ഏവരെയും ജഗദീശ്വരനും ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ. ഹനുമാൻ സ്വാമി ചെയ്ത ഈ യജ്ഞഭാവനയോടുള്ള കർമ്മം നമുക്കും ചെയ്യാൻ പറ്റട്ടെ. യജ്ഞം നമ്മൾ ജീവിതത്തിൽ തുടരുക തന്നെ വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹരി.